സവർണ ഫാസിസത്തിനും സദാചാര പോലീസിനുമെതിരെ ഒരു പകൽ മുഴുവൻ നീണ്ടുനിൽക്കുന്ന ചുംബനത്തെരുവ് സമരമായിരുന്നു സംഘാടകർ പ്രഖ്യാപിച്ചിരുന്നത്. സമരം സദാചാര വിരുദ്ധമാണെന്നാരോപിച്ച് ഹനുമാൻ സേന പ്രവർത്തകർ രാവിലെ 9 മണിയോടെ തന്നെ പ്രതിഷേധവുമായി സമരവേദിയായ പബ്ലിക് ലൈബ്രറി പരിസരത്ത് നിലയുറപ്പിച്ചു. 9:30 കോട്ടയത്തു നിന്നുള്ള ഞാറ്റുവേല പ്രവർത്തകരായ അജിത്, പ്രിയ ദമ്പതികൾ സമരത്തിൽ പങ്കെടുക്കാനായി ലൈബ്രറി പരിസരത്തെത്തി. ഇതോടെ ഹനുമാൻ സേന പ്രവർത്തകർ ഇവർക്ക് നേരെ തിരിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ 15ഓളം വരുന്ന ഞാറ്റുവേല പ്രവർത്തകർ മുൻനിശ്ചയിച്ച സമരവുമായി രംഗത്തെത്തി. ഇവരെ കയ്യേറ്റം ചെയ്യാൻ ഹനുമാൻ സേന പ്രവർത്തകർ പിന്നാലെ കൂടി. എന്നാൽ അപ്രതീക്ഷിതമായി ഞാറ്റുവേല പ്രവർത്തകർ ഹനുമാൻ സേന പ്രവർത്തകർക്ക് നേരെ അടി തുടങ്ങി. ആദ്യം പകച്ചുപോയ ഹനുമാൻ സേനക്കാർ അല്പസമയത്തിന് ശേഷം തിരിച്ചടിച്ചു. അല്പനേരത്തെ സംഘർഷത്തിന് ശേഷം പോലീസ് ഇരുവിഭാഗത്തെയും കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്തു. കസ്റ്റഡിയിലെടുത്തവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കസ്റ്റഡിയിലായവരിൽ 4 പേർ വനിതകളാണ്. പോലീസ് ഉദ്യോഗസ്ഥർ അപമര്യാദയെ പെരുമാറിയെന്ന് കാണിച്ച് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. പതിവ് കോലാഹലങ്ങളോടെയാണ് ചുംബന സമരം ഇത്തവണയും കോഴിക്കോട്ട് അവസാനിച്ചത്. സമരത്തിനെത്തിയവർക്ക് മാത്രമല്ല, സമരത്തെ നേരിടാൻ എത്തിയവർക്കും അടികിട്ടി എന്നുള്ളത് മാത്രമാണ് ഇത്തവണത്തെ പ്രത്യേകത. കോഴിക്കോട് മിഠായി തെരുവിൽ നിന്നും ക്യാമറ പേഴ്സൺ സനോജ് കുമാർ വേപ്പൂരിനൊപ്പം ജയേഷ് രാഘവൻ, മീഡിയ 1.